ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സുഭാഷിതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. അതിഥിര്യസ്യ ഭഗ്നാശോ ഗൃഹാത് പ്രതിനിവർത്തതേ സദത്വാ ദുഷ്കൃതം തസ്മൈ പുണ്യമാദായ ഗച്ഛതി. അതിഥി പ്ലസ് യസ്യാണ് അതിഥിര്യസ്യ ഭഗ്നാശഃ ഗൃഹാത് പ്രതിനിവർത്തതേ സ ദത്വാ ദുഷ്കൃതം തസ്മൈ പുണ്യം ആദായ പുണ്യം പ്ലസ് ആദായ ഗച്ഛതി എന്നാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് അന്യം ഒന്ന് നോക്കാം. അതിഥി യസ്യ ഗൃഹാത് ഭഗ്നാശോ പ്രതിനിവർത്തതേ സ തസ്മൈ ദുഷ്കൃതം ദത്വാ പുണ്യമാദായ ഗച്ഛതി. ഇനി നമുക്ക് മീനിങ് നോക്കാം. അതിഥി യസ്യ ഗൃഹാത്, അതിഥി യസ്യ ഗൃഹാത്, ആരുടെ ഗൃഹത്തിൽ നിന്നാണോ, യസ്യ എന്നുള്ള ഷഷ്ടി ഏകവചനമാണ്. ആരുടെ? ഗൃഹത്തിൽ നിന്ന്, പഞ്ചമി, ഗൃഹത്തിൽ നിന്നാണ്. ഭഗ്നാശ, ഭഗ്നമായ ആശ എന്ന് പറഞ്ഞാൽ ആശ മുറിഞ്ഞവൻ, ആശ നശിച്ചവൻ എന്നൊക്കെ വിഷമത്തോടുകൂടി വരിക എന്നുള്ള അർത്ഥം, നിരാശനം എന്നുള്ള അർത്ഥം പറയാം. ഭഗ്നാശനായിട്ട് പ്രതിനിവർത്തതയെ മടങ്ങിപ്പോകുന്നത്, പ്രതിനിവർത്തതേ സഹ അവൻ, തസ്മൈ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക്, ആ വീട്ടിലത്തേക്ക് ആയിക്കൊണ്ട് ചതുർത്ഥി, ദുഷ്കൃതം ദത്വ, ദുഷ്കൃതം നൽകിയിട്ട്, ദത്വ നൽകിയിട്ട് ക്വാന്തമാണ്. ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുന്നിലുള്ള പാപങ്ങളെല്ലാം നൽകിയിട്ട് പുണ്യമാദായ ഗച്ഛതി, അവിടുത്തെ പുണ്യവും എടുത്തുകൊണ്ട് ഗച്ഛതി പോകുന്നു എന്നാണ് അതിൻ്റെ നേരെയുള്ള അർത്ഥം. ഇനി നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി. തിഥി എന്ന് പറഞ്ഞാൽ എന്താ? സമയം അല്ലെങ്കിൽ കാലം. തിഥി നോക്കാതെ വരുന്നവനെന്നാണ് അതിഥി. നമ്മൾ ഒരാണെങ്കിൽ പറയാറില്ല അതിഥി ദേവോ ഭവ. തൈത്തിരീയ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അത്. അതിഥി ദേവോ ഭവ. അതിഥി എന്താണ്? അതിഥി ദൈവത്തിനെ പോലെ കരുതണം എന്നാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ആളെ ദേവനെ പോലെ കരുതണം, അതേപോലെ ആരാധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രമാണമായിട്ടാണ് നമ്മുടെ ഈ അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. ഭാരതീയ സംസ്കാരം പണ്ട് പിന്നെ ആശ്രമങ്ങളിലും മഹർഷിമാരെ കൊണ്ടുവന്ന ആ സമയത്ത് അതിഥികളെ അത്രയധികം പൂജിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ തൈത്തിരീയ ഉപനിഷത്തിൽ നിന്നെടുത്ത വരിയാണത്. അപ്പോൾ അതിഥിയെ ദേവനെ പോലെ പൂജിച്ച് ആരാധന ചെയ്യണം എന്നാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഏതൊരു ഗൃഹത്തിൽ നിന്നാണോ അതിഥി ഭഗ്നാശനായിട്ട്, നിരാശനായിട്ട് തിരിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് നിരാശനാകുന്നത്? വീട്ടിൽ വരുമ്പോഴെന്ത് ചെയ്യും? ആദ്യം വരുമ്പോഴത്തേക്കും ആരും സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അവഹേളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരായാലും അങ്ങനെയല്ലേ, ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ അവഹേളിക്കുമ്പോൾ നമുക്കെന്ത് തോന്നും? നിരാശത തോന്നും, നിരാശനാവും. അതാണ് ഭഗ്നാശൻ എന്ന് പറയുന്നത്. നിരാശനാകും അല്ലേ. അപ്പോൾ അങ്ങനെ നിരാശനായി മാനസികമായിട്ട് വിഷമിച്ച് തിരിച്ചു പോകുമ്പോൾ, തിരിച്ചു പോകുന്ന എന്ത് വാക്കാണത്? പ്രതിനിവർത്തതേ, തിരിച്ചു പോകുന്നു. അപ്പോൾ ആ അതിഥി എന്ത് ചെയ്യും? ആ അതിഥിയുടെ ദുഷ്കൃതം, പാപങ്ങൾ മുഴുവനും, അതിഥിക്കുണ്ടായ കയ്യിലുള്ള പാപങ്ങളെല്ലാം എന്ത് ചെയ്യും? ആ ഗൃഹത്തിൽ നിക്ഷേപിക്കുന്നു, അവിടെ ഇടുന്നു. എന്നിട്ട് പകരം എന്ത് ചെയ്യും? ആ ഗൃഹത്തിലെ പുണ്യം മുഴുവൻ ഈ അതിഥി കൂടെ കൊണ്ടുപോകുന്നു. അതാണ് പുണ്യം ആദായ എടുത്തിട്ട് പുണ്യമാദായ ഗച്ഛതി, തിരിച്ചു പോകുന്നു എന്നാണ്. ഇതാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം. ഇപ്പോൾ പറയാം, നമുക്ക് ആര് വന്നാലും, അതായത് നമ്മുടെ ഗൃഹത്തിൽ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവരത് നമുക്ക് പുറത്ത് കാണിക്കാൻ പാടില്ല. അവരെ അതനുസരിച്ച് നമ്മൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഇപ്പോൾ അതിനൊരു ആന്തരാർത്ഥമുണ്ട്. അതായത് ഇവിടെ ഈ സുഭാഷിതകാരൻ അതിനുള്ളിലൊരു പിന്നെ ആന്തരികമായിട്ടൊരു അർത്ഥം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏതൊരു ഗൃഹത്തിലാണോ അതിഥി പൂജിക്കപ്പെടുന്നത്,
നേരത്തെ പൂജിക്കപ്പെടാത്തതുകൊണ്ടല്ലേ അങ്ങനെ നിരാശനായി പോയി എന്നൊക്കെ ചെയ്തേണ്ടി വന്നത്. പൂജിക്കപ്പെടുന്നതെങ്കിൽ ആ അതിഥിയുടെ പുണ്യത്തിൽ ഒരു പകുതി, ആ അതിഥിക്കുള്ള പുണ്യത്തിൽ ഒരു പകുതി എന്ത് ചെയ്യും? ആ ഗൃഹത്തിന് പകർന്നു കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നാണ് ഇവിടെ സുഭാഷിതകാരൻ ആന്തരികമായി പറയുന്നത്. നേരത്തെ പറഞ്ഞ അങ്ങനെ നിരാശനായിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ തൻ്റെ കയ്യിലുള്ള പാപങ്ങൾ മുഴുവൻ അവിടെ കൊടുത്തിട്ട് ആ ഗൃഹത്തിലെ പുണ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പറഞ്ഞ ശത്രുക്കളാണെങ്കിലും മിത്രമാണെങ്കിലും എന്ത് ചെയ്യണം? അവരെ മാനിക്കണം, ബഹുമാനിക്കണം. വീട്ടിൽ ആര് വന്നാലും അവരെ മാനിക്കണം, അവഹേളിച്ച് വിടരുത് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ്, അതുകൊണ്ടാണ് അതിഥി പൂജനം എന്തുകൊണ്ട്, അതിഥി പൂജനം കൊണ്ട് ഗൃഹത്തിൽ ഐശ്വര്യമേ ഉണ്ടാകൂ എന്നാണ് ഇവിടെ ഈ സുഭാഷിതം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുഭാഷിതം മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.